കുർബാന കൊണ്ട് കുർബാനയാകുമ്പോൾ മാത്രമേ കുർബാന നമ്മളെ രക്ഷിക്കുകയുള്ളൂ. കുർബാന കണ്ടതുകൊണ്ടോ കുർബാന അനുഭവിച്ചതുകൊണ്ടോ കുർബാന ചൊല്ലിയതുകൊണ്ടോ നാം ആരും രക്ഷപ്പെടുന്നില്ല എന്നും, എന്നാൽ ആത്യന്തിക രക്ഷയിലേക്കുള്ള യാത്രയ്ക്ക് സഹായകരമായ ഒരു കാര്യമായി മാത്രം അതിനെ നമുക്ക് കാണാം. നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മളുടെ ഒരു കുട്ടിക്ക് ഒരു അസുഖം വരുന്നു. ആ കുട്ടിയുമായി സമർത്ഥനായിട്ടുള്ള പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം കുട്ടിയെ പരിശോധിച്ചിട്ട് പറയുന്നു, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പാരസെറ്റമോൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ സിറപ്പ് വാങ്ങിച്ചു കൊടുത്താൽ മതി. അത് ഈ ഡോക്ടർ എഴുതുന്ന ഒരു കുറിപ്പടിയാണ്. എന്നാൽ ഈ കുറിപ്പടി 101 പ്രാവശ്യം അപ്പനും അമ്മയും വായിച്ചതുകൊണ്ട് കുട്ടിയുടെ രോഗം മാറുകയില്ല. കേൾക്കാം ഇവിടെ ഇരിക്കുന്നവർ. ആ കുട്ടിയെ കൊണ്ട് ഈ എഴുതിയത് പല പ്രാവശ്യം അതിനെ മുഖത്ത് ഇങ്ങനെ പ്രദർശിപ്പിച്ചാൽ ആ കുട്ടിയുടെ രോഗം മാറുകയില്ല. ഈ പാരസെറ്റമോൾ ഗുളികയോ സിറപ്പോ വാങ്ങിച്ച് ആ കുട്ടി കുടിക്കുമ്പോൾ മാത്രമേ ആ കുട്ടിക്ക് സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, കുർബാന കണ്ടും കേട്ടും ചൊല്ലിയും നമ്മൾ ഒരുപാട് നാളുകളായി മുമ്പോട്ട് പോകുന്നു. കുർബാനയായി തീരുന്നതിനാണ് നമ്മൾ കുർബാന സ്വീകരിക്കുന്നത്. അങ്ങനെ കുർബാനയായി തീരുവാൻ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കുർബാനയും കർത്താവ് എന്തിനു വേണ്ടി ജീവിക്കുകയും സഹിക്കുകയും ക്രൂശിൽ മരിക്കുകയും ചെയ്തുവോ അതിനുവേണ്ടി നമ്മളും ജീവിക്കുകയും സഹിക്കുകയും മരിക്കുകയും വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു.